ഹായ് ബേബി, ഗുഡ് മോർണിംഗ്. എടായി കോഫി. ഹലോ, അതൊരു വട്ട് കേസാണേ. അത് അപ്പുറത്തെ വീട്ടിലെയാ. ബാക്കിയുള്ളവൻ്റെ മൂഡ് കളയാനായിട്ട് വന്നോളും നാശം. ഏയ് അത് സാരില്ല, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ബേബി, ഓക്കെ. സോറി ഏട്ടായി, ഫോൺ വിളിക്കുന്ന കണ്ടില്ലായിരുന്നു, സോറി. ഓഫീസിൽ ഓരോ ടെൻഷൻ. നീ ആരുടെ മെനെ കെട്ടിക്കാനായിട്ട് കരഞ്ഞോണ്ടിരിക്കണ? ഹായ് ഏട്ടായി വന്നോ? ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കാപ്പി തരാട്ടോ. മുളന്നിന്ന് നീ ഇപ്പൊ ആരോട് വെച്ചിട്ട് ഷർട്ട് എടുത്തിട്ടെ? നമുക്ക് വയറുവേദനയായിരുന്നു, തനിച്ചായിന്ന് തോന്നി, അതുകൊണ്ട്. അമ്മയുടെ ഒരു വയറുവേദന, അവളുടെ അമ്മയുടെ ഒരു പൂങ്കണ്ടി. ഇന്നെന്താ മോളെ വലിയ സന്തോഷത്തിലാണല്ലോ? ഭാസ്കരേട്ടാ, ഇന്ന് അപ്പൂന്റെ പിറന്നാളാ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ. ചേട്ടാ ഒരു ബീഡിങ് എടുത്തേ. നിക്കണോ തരാണോ? ആ, അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ ഉച്ചയ്ക്ക്? ബിരിയാണിയോ അതോ ഫ്രൈഡ് റൈസോ? ബിരിയാണി ഫ്രൈഡ് റൈസ് ഒന്നുമില്ല. അപ്പൂന് പായസം ഭയങ്കര ഇഷ്ടാ. പായസം ഉണ്ടാക്കുന്നുണ്ട്. ആ, കട നേരത്തെ അടക്കില്ലേ, ഞാൻ കൊണ്ടു തരാട്ടോ. ചേട്ടാ എന്റെ ബീഡി എടുത്തു തന്നെ. അവിടെ നിക്കണോ തരാം. ഇതാ തന്റെ ബീഡി. ചേട്ടാ അതെ, പിന്നെ പറ്റിലെഴുതിക്കോണേ. ഓ ഓ, ഒരു മഞ്ഞു തുള്ളി നീ, ഒരു പനീർ പൂവു ഞാൻ, എന്നിതളിൽ തങ്ങി നീ, കിന്നാരം മോദവേ, ഒഴുകും സുഗന്ധം തേടി അണയുന്ന വണ്ടിനോട് അരുതാത്തതെന്തോ ഞാനും അറിയാതെ ചൊല്ലിയോ, അറിയാതെ ചൊല്ലിയോ. സാഗരം സരിഗമ പാടും സായന്തനങ്ങളിൽ, ശാന്തമാം പൊൻതിരകൾ ഏറ്റുപാടി, മഴയായി പൊഴിയും പ്രണയം കുളിരായി പൊതിയുമ്പോൾ, അണയാത്ത സ്നേഹമായി നീ വന്നിടുമോ? ഒരു മഞ്ഞു തുള്ളി നീ, ഒരു പനീർ പൂവു ഞാൻ, എന്നിതളിൽ തങ്ങി നീ, കിന്നാരം മോദവേ, ഒഴുകും സുഗന്ധം തേടി അണയുന്ന വണ്ടിനോട് അരുതാത്തതെന്തോ ഞാനും അറിയാതെ ചൊല്ലിയോ.
അറിയാതെ ചൊല്ലിയോ. ഹലോ ബേബി. ഓ ഐ എം സോറിടാ, ഇന്നത്തെ ദിവസം വാട്സപ്പ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ പിന്നെ നമ്മുടെ ആ വട്ട് കേസില്ലേ, അത് തന്നെ. അതിൽ നിന്ന് പ്രാന്ത് മൂത്തൊരു വണ്ടിയുടെ അടിയിൽ തല വെച്ചു. അതിന്റെ ചടങ്ങ ഇവിടെ നടക്കുന്നത്. ഇന്നലെ എനിക്ക് മതിയാവും മുമ്പേ നീ പോയി. എന്നെങ്കിലും എനിക്ക് മനസ്സിലാവും. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഫോണൊന്ന് നന്നായിട്ട് ചാർജ് ചെയ്ത് വെക്ക്. ഓക്കെ, ഞാൻ വന്നിട്ട് നിന്റെ മുഴുവൻ കൊതി ഞാൻ മാറ്റി തരുന്നുണ്ട്. കേട്ടടി മുത്തേ. മതിയോ? പോരെ? യെസ്. അപ്പൊ ഒന്ന് നിന്നേ. എന്താ ചെയ്യാ? ആ ഉമ്മറത്ത് കിടക്കുന്ന അപ്പുന്റെ ആരാ? സത്യത്തിൽ തന്നെ ഒരു മനുഷ്യനാണോ? തനിക്ക് മനസാക്ഷി എന്നൊന്നില്ലേ? ഞാൻ മിണ്ടി പോകരുത്. താനിപ്പൊ തന്റെ മറ്റവളോട് എന്താ പറഞ്ഞത്? ഭ്രാന്തിയോ? പൊന്നൂസ് നിനക്ക് വെറും സ്വൈര്യം കളയുന്ന ഭ്രാന്തിയാണല്ലേടാ? സജിയേട്ടാ, ഇവനോടൊന്നും ചോദിക്കരുത്. പൊന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഞാനൊരു പെണ്ണായി ജീവിക്കുന്ന ഒരർത്ഥമില്ല. സജിയേട്ടാ പ്ലീസ്, എന്റെ സമനില തെറ്റി നിൽക്കുവാ ഞാൻ. എനിക്ക് പറയാനുള്ള ഇവന്റെ മുഖത്ത് നോക്കി പറയണം. വിളിച്ചോണ്ട് പോടാ, അല്ലെങ്കിൽ ഫ്രണ്ടാണ് കോപ്പാണെന്ന് ഞാൻ നോക്കി തരലട്ടാ. താൻ പറഞ്ഞില്ലേടോ ഭ്രാന്തിയാണെന്ന്? റാങ്കോട് കൂടി ഡിഗ്രി പാസ്സായി അവൾക്ക് എവിടാണോ ഭ്രാന്ത്? ചെറുപ്പം മുതൽ അവൾക്ക് ഒറ്റ ഭ്രാന്തേ ഉള്ളൂ, അത് നീയാണടാ. ഊണിലും ഉറക്കത്തിലും അവളുടെ ഉള്ളിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഒന്ന് ദേഷ്യപ്പെടുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നിന്റെ അടുത്തുനിന്ന് ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടിയാണടാ പൊട്ടിയെ പോലെ അവൾ ഇത്രയും നാളും അഭിനയിച്ചത്. നീ കൊടുക്കുന്ന വേദന മറ്റുള്ളവരുടെ മുന്നിൽ മറയ്ക്കാൻ അവള് കണ്ടെത്തിയ വേഷം മാത്രമാണടാ നിനക്ക് തോന്നിയ ആ അരവട്ട്. അതൊക്കെ പോട്ടെ, നീ ഒരു പുതിയ ബന്ധം തുടങ്ങിയായിരുന്നല്ലോ, ഒരു സോനയായിട്ട്. ഒരിക്കലെങ്കിലും നീ അവളെ ഒരു ഫോട്ടോയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല ക്യാഷ് പാർട്ടി ആയതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു 5-6 ലക്ഷം രൂപയെങ്കിലും ഒപ്പിച്ചെടുത്തല്ലേ? ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമായിരിക്കുമെന്നല്ലേ? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നീ വാവേന്നും ചക്കരയെന്നും വിളിച്ച് ലക്ഷങ്ങൾ വാങ്ങിയെടുത്ത സോന ആരാന്ന് നിനക്കറിയോ? അത് ഞങ്ങളുടെ പൊന്നുവാടാ. നീ വിളിച്ചില്ലേ ഭ്രാന്തിയെന്ന്? അവള് ഞങ്ങളുടെ പൊന്നു. കാശ് കൊടുത്ത് സ്വന്തം ഭർത്താവിന്റെ സ്നേഹം വാങ്ങാൻ ശ്രമിച്ച ഭ്രാന്തിയാടാ അവള്. താനൊക്കെ പറഞ്ഞ ഒരു കണക്കിന് ശരിയാടോ. ഒരു പെണ്ണും ഇത്രയും ത്യാഗം സഹിച്ച് ഒരാണിനെ സ്നേഹിക്കില്ല. അവൾ ആ കൈ കൊണ്ട് നടന്ന പാവക്കിട്ട പേരെന്താന്ന് നിനക്കറിയോ? അപ്പൊ അവൾക്ക് ഭ്രാന്താടാ. എന്റെ പൊന്നുമോൾ എപ്പോഴും പറയുമായിരുന്നു അവനില്ലാതെ അവൾക്ക് പറ്റുകയില്ലെന്ന്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. ദൈവത്തിന് പോലും ഇത്ര മനസാക്ഷി ഇല്ലാതായി പോയല്ലോ. നാടിന് മൊത്തം പൊന്നോമനയായിരുന്നു അവള്. ഏട്ടായി, ഞാൻ പൊന്നൂസ, ഏട്ടയുടെ ഭ്രാന്തി പൊന്നൂസ്. ഏട്ടായി ഒന്ന് ഞെട്ടിയല്ലേ? സത്യത്തിൽ ഏട്ടായിയോട് എല്ലാത്തിനും ക്ഷമ ചോദിക്കണം ഞാൻ ഈ വോയിസ് അയക്കുന്നത്. കുഞ്ഞുനാൾ
മുതൽ അപ്പുവിൻ്റെ പെണ്ണാണ് പൊന്നു എന്ന് വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് കേട്ടു എന്നും ഞാൻ കൊതിച്ചുപോയി അപ്പുവിൻ്റെ പെണ്ണാവാൻ. അച്ഛനും അമ്മയും നഷ്ടമായ ശേഷം മറ്റുള്ളവരെന്നെ അകറ്റി നിർത്തിയപ്പോഴും ഈ ലോകത്ത് മറ്റാരെക്കാൾ എന്നെ വെറുക്കുന്നത് അപ്പുവേട്ടനാണെന്ന് അറിഞ്ഞപ്പോഴും എന്തുമാത്രം ശാപം കിട്ടിയ ജന്മമാണ് എൻ്റേതെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ഏട്ടായുടെ സ്നേഹവും സന്തോഷവും മറ്റുള്ള പെൺകുട്ടികളുമായി പങ്കുവയ്ക്കുന്നത് ചങ്ക പറയുന്ന വേദനയോടെ പലപ്പോഴും ഒളിഞ്ഞും മറിഞ്ഞും കണ്ടിട്ടുണ്ട്. ആ സ്നേഹം കുതിച്ച് ഏട്ടയോട് ഞാനൊരു തെറ്റ് ചെയ്തു. ഏട്ട എന്നെ വെറുക്കുന്നു എന്നറിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് മരിച്ച് ഞാൻ വീണ്ടും സോനിയായി ജന്മമെടുത്തു. ഏട്ടയുടെ വാക്കുകളുടെ സ്നേഹം നിലനിർത്താൻ ഏട്ടയെ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ കാശ് തന്നു. എന്നാൽ അവസാനമായി ഒരു വലിയ തുക ഏട്ടയെ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ തരാനായില്ല. എനിക്കറിയാം ഏട്ടയ്ക്ക് കാശ് മാത്രം കിട്ടിയാൽ പോരാ, ഞാൻ എന്ന ഭാരവും ഇല്ലാതാകണം. ഈ 2 പ്രശ്നവും പരിഹരിക്കാനായി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ഈ ഭ്രാന്തി ഇല്ലാതാകണം. ഞാൻ മരിച്ചാൽ ഇൻഷുറൻസ് കിട്ടും. എന്നെക്കൊണ്ട് ഏട്ടായിക്ക് എങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെ. മനസ്സ് പോവുക ഏട്ടായി. അവസാനമായിട്ടൊരാഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ജീവിച്ചിരിക്കുമ്പോഴും ഏട്ടയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാനായില്ല. ഇപ്പോഴെങ്കിലും ഏട്ടയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ മനസ്സിലാക്കി മരിച്ചു കിടക്കുന്ന എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമായിട്ടേ.